10ാം സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവായ മിശിഹായുടെ തിരുവസ്ത്രം ഉരിഞ്ഞെടുക്കുന്നു. കാൽവരിയുടെ ശൃംഗത്തിൽ നമ്മൾ എത്തിപ്പെട്ടു. തന്റെ ഏറ്റവും വലിയ തീർത്ഥയാത്രയുടെ സമാപനത്തിലേക്ക് തമ്പുരാൻ തന്നെ സജ്ജമാക്കുകയാണ്. തന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുകയാണ്. രക്തം അതോടൊപ്പം തന്നെ മണ്ണിലേക്ക് ഒഴുകുകയാണ്. തീവ്രമായ വേദനയാൽ തമ്പുരാൻ പൊളയുന്നുണ്ട്. എങ്കിലും ദൈവഹിതമാണ് തന്റെ ജീവിതത്തിലെ ലക്ഷ്യമെന്ന തിരിച്ചറിവ് തമ്പുരാനെ ആത്മീയമായി മഥനം ചെയ്യുന്നുണ്ട്. ഉത്തമമായ ബോധ്യത്തോടെ അവൻ എല്ലാത്തിനും ശിരസ് നമിക്കുകയാണ്. പട്ടാളക്കാർ അടിക്കുമ്പോ, വ്യത്യസ്തമായി കളിയാക്കുമ്പോ, വസ്ത്രം ഉരിഞ്ഞെടുക്കുമ്പോ, ഈ ലോകത്തിൽ ഒരു നെയ്ത്തുകാരനും നെയ്തെടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പൂർണ്ണതയുള്ള അവന്റെ വസ്ത്രം, മേലങ്കി മനോഹരമായി നെയ്യപ്പെട്ടതുകൊണ്ട് ആർക്ക് വേണമെന്ന് തീരുമാനിക്കാമെന്ന് അവർ ചിട്ടിയിട്ട് പറയുന്നു. ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പഠിച്ചെടുക്കേണ്ട ഒരു യാഥാർത്ഥ്യം നമ്മൾ പഠിക്കണം. ഏറ്റവും മനോഹരമായ വസ്ത്രം ധരിച്ചവനാണ് ഈശോ. അതുകൊണ്ടാണ് അവന്റെ വസ്ത്രത്തിനു വേണ്ടി അവർ പടവെട്ടിയത്. ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ശരീരത്തെ ശുദ്ധമായി സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് നമ്മുടെ വസ്ത്രം, നമ്മുടെ വസ്ത്രവിധാനം. തന്റെ ശരീരത്തെ പൂർണ്ണതയിൽ അവൻ സംശുദ്ധമായി കാത്തു സൂക്ഷിച്ചു. ഈ ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് കൊണ്ടല്ലേ ഈ രാജാക്കന്മാരുടെ സേവകര് പോലും അവന്റെ വസ്ത്രത്തിനു വേണ്ടി പടകൂടിയത്? കാരണം അതത്ര മനോഹരമായിരുന്നു, അത്രയും വിലപിടിപ്പുള്ളതായിരുന്നു. അതിനാൽ ചിട്ടിയിട്ട് അവർ അത് ഭാഗിച്ചെടുക്കുന്നു. ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പഠിച്ചെടുക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. വസ്ത്രം നിന്റെ നഗ്നത മാത്രമല്ല മറയ്ക്കുന്നത്, മറിച്ച് നിന്റെ വ്യക്തിത്വത്തിന്റെ പൂർണ്ണതയാണ്. പരിശുദ്ധ തമ്പുരാനെ കുറിച്ച് ആത്മാർത്ഥമായി ധ്യാനിച്ചെടുക്കുമ്പോൾ, വേദനകളുടെ പശ്ചാത്തലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവന്റെ വസ്ത്രത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനുഷ്യനെ ധ്യാനിക്കാൻ ക്ഷണിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരിഞ്ഞെടുക്കപ്പെടുന്ന യാഥാർത്ഥ്യം, പൂർണ്ണ നഗ്നമാക്കപ്പെടുന്ന യാഥാർത്ഥ്യം ഇവിടെ അന്വർത്ഥമാക്കപ്പെടുകയാണ്. പർദീസയിൽ വെച്ച് മൂടപ്പെട്ട മനുഷ്യന്റെ ശരീരത്തെ തമ്പുരാൻ ഇവിടെ അനാവരണം ചെയ്യുകയാണ്. പാപം ചെയ്തപ്പോ പ്രകൃതിയുടെ മറവ് സ്വീകരിച്ചൊളിച്ചിരുന്ന ആദിമാതാപിതാക്കൾ പ്രകൃതിയിൽ നിന്ന് കൂട്ടി തുന്നിയ ഇലകൾ കൊണ്ട് തന്റെ നഗ്നത മറച്ച മാതാപിതാക്കളെ തമ്പുരാൻ ഇവിടെ അനാവരണം ചെയ്യുകയാണ്. താൻ വിവസ്ത്രനാക്കപ്പെടുന്നതിലൂടെ പർദീസയിൽ വെച്ച് മൂടപ്പെട്ട യാഥാർത്ഥ്യത്തെ കർത്താവ് തുറന്നു കാണിക്കുകയാണ്. പാറ പിളരുമ്പോഴും, പ്രേതാലയങ്ങൾ തുറക്കപ്പെടുമ്പോഴും, തിരശ്ശീല നടുകെ കീറി മാറുമ്പോഴും തമ്പുരാൻ പറയുകയാണ്, ഇതാ പൂർണ്ണമായിട്ട് തുറക്കപ്പെടുന്നു, പൂർണ്ണമായിട്ട് സുതാര്യമാകുന്നു. സ്വർഗരാജ്യം എന്നേക്കുമായി തുറക്കപ്പെടുന്നു. ഇവൻ നഗ്നനാക്കപ്പെടുമ്പോ മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്, സുതാര്യതയുടെ യാഥാർത്ഥ്യം, തുറവിയുടെ യാഥാർത്ഥ്യം. എവിടെയൊക്കെ നമ്മൾ മറകൾ സ്വീകരിച്ചിട്ടുണ്ടോ, മറകളില്ലാതെ ജീവിപ്പാൻ തമ്പുരാന്റെ ഈ ഒരു വസ്ത്രം ഉരിഞ്ഞു മാറ്റുന്ന ഈ ധ്യാനത്തിലൂടെ നമ്മൾ പഠിച്ചെടുക്കണം. ആത്മീയ ചൈതന്യത്തെ ജീവിതത്തിൽ സ്വീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ഭാഗത്തെ നമുക്ക് ധ്യാനിക്കാം. വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് പൂർണ്ണ നഗ്നനാക്കപ്പെട്ട മിശിഹായെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നാണം കെട്ടുപോകുമ്പോൾ, നമ്മൾ വിവസ്ത്രരാക്കപ്പെടുമ്പോൾ, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ മറ്റുള്ളവരാൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നീ അനുഭവിച്ച വേദനകളെ ധ്യാനിച്ച് എല്ലാത്തിനും അർത്ഥമുണ്ടെന്ന് കണ്ടെത്താൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.